ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് കിളിഞ്ഞാവൽ എന്ന് പറഞ്ഞ ഒരു ചെറിയ മരമാണ് കേട്ടോ. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്ന ഒരു ചെറിയ മരമാണ് ഈ കിളിഞ്ഞാവൽ. കിളികൾക്ക് ഏറെ പ്രിയപ്പെട്ട പഴമാണ് ഇതിൻ്റേത്. അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നത്. കിളിഞ്ഞാവൽ എന്ന് പറയുന്നത് ഈ ഒരു ഞാവൽ പഴത്തിൻ്റെ അതേ ഒരു കളറും ആ ഒരു ടേസ്റ്റും ഒക്കെയാണ്. ഡ്യൂക്സൈ എന്നും കോറൽ ബെറി അതുപോലെ തന്നെ ഷുഗർ ഞാവൽ എന്നും ഒക്കെ ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ആർഡിസിയ എലിപ്റ്റിക്ക എന്നാണ്. തെക്കേന്ത്യ, ശ്രീലങ്ക, തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലാൻഡ് എന്നീ സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഉത്ഭവം. അതുപോലെ തന്നെ ഈ ഒരു ചെടി തുറസായ സ്ഥലത്ത് സൂര്യപ്രകാശമൊക്കെ നന്നായി കിട്ടുന്ന സ്ഥലത്ത് വെച്ചാലാണ് നന്നായി വളരുക. ഇലകൾക്കൊക്കെ ഇളം പ്രായത്തിൽ ചുവന്ന നിറമായിരിക്കും. പൂക്കളൊക്കെ കൊലകൊലയായിട്ടാണ് ഉണ്ടാവുക. ചെറിയ പൂക്കൾ വെള്ള കലർന്ന പിങ്ക് നിറത്തിലാണ് കാണപ്പെടുക. അതേപോലെ തന്നെ പഴങ്ങളൊക്കെ ഉരുണ്ട ഷേപ്പിലാണ്. പച്ച നിറമുള്ള കായ്കൾ പഴുക്കുമ്പോൾ ചുവന്ന് കറുക്കും. അലങ്കാര ചെടിയായിട്ട് നമുക്ക് ഇതിനെ വീട്ടിൽ വളർത്താൻ പറ്റും. വിത്തുകൾ വഴിയാണ് ഇതിൻ്റെ വംശവർദ്ധനവ്. പ്രമേഹ രോഗികൾക്ക് ഈ പഴം കഴിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു. നേരിട്ടും അതുപോലെ തന്നെ നമുക്ക് വീഞ്ഞൊക്കെ ഉണ്ടാക്കിയും ഈ ഒരു പഴം കഴിക്കാൻ പറ്റും. കിളിഞ്ഞാവൽ ഒരെണ്ണം നമ്മൾ പറമ്പിൽ വെക്കുകയാണെങ്കിൽ പഴങ്ങൾ കഴിക്കാനായിട്ട് നിറയെ കിളികളൊക്കെ വരും, കൂട്ടം കൂട്ടമായിട്ട്. അപ്പോൾ അതിലൂടെ പറമ്പിലുണ്ടാകുന്ന കീടശല്യം നമുക്ക് കുറയ്ക്കാൻ വളരെയധികം ഈ ഒരു ചെടി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വെക്കാൻ നോക്കൂ. നല്ലതാണ് കേട്ടോ. ഡെക്കറേറ്റീവ് പ്ലാന്റ് ആയിട്ടും വെക്കാൻ പറ്റും. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.